നമസ്കാരം. മലപ്പുറത്ത് ഓരോ ദിവസവും നിരവധി വാർത്തകളാണ് നമ്മളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്ക് ചുറ്റും നടന്ന പ്രധാന സംഭവങ്ങളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കാം. പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി വീക്കെൻഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരപ്രദേശത്ത് അടിയന്തര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 54.50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും പൊന്നാനി MLA KP നൌഷാദ് അലിയുടെ ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ ഫണ്ട് അനുവദിച്ചത്. സമീപകാലത്ത് ശക്തമായ കടലാക്രമണത്തിൽ വെളിയങ്കോട് തീരമേഖലയിലെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും അടിയന്തര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ഫണ്ട് അനുവദിക്കാമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് MLA വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഫണ്ട് അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. 2026-27 സാമ്പത്തിക വർഷത്തെ ജനറൽ ASI പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 54.50 ലക്ഷം അനുവദിച്ചിരിക്കുന്നത്. ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയ ഉത്തരവിലൂടെയാണ് ഭരണാനുമതി നൽകിയത്. അടിയന്തര തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച ഈ തുക ഉപയോഗിച്ച് ആവശ്യമായ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കടലാക്രമണ ഭീഷണി നേരിടുന്ന വെളിയങ്കോട് തീരമേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. തെരുവുനായ ശല്യം അതിരൂക്ഷമായതോടെ പരാതിയുമായി ജനങ്ങൾ രംഗത്തെത്തി. തൃത്താലയിലെ വിവിധ ഭാഗങ്ങളിൽ നായകളുടെ ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. റിപ്പോർട്ട് കാണാം. പാതയോരങ്ങളിലെല്ലാം തെരുവുനായ്ക്കൾ കൂട്ടമായി തമ്പടിച്ചിരിക്കുകയാണ്. നടന്നു പോകാൻ പോലും വയ്യാത്ത അവസ്ഥയുണ്ട്. പാതയോരങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന നായ്ക്കൾ പെട്ടെന്ന് മുന്നിലേക്ക് ചാടുന്നത് നിരന്തരം അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ജനവാസ മേഖലകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും കെട്ടിടങ്ങളും തെരുവുനായകൾക്ക് വലിയ ഇടത്താവളമായി മാറിയിരിക്കുകയാണിപ്പോൾ. കുമരനെല്ലൂർ ഭാഗങ്ങളിൽ വലിയ രീതിയിലാണ് തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളത്. കുമരനെല്ലൂർ കള്ളിക്കുന്ന് മേഖലയിൽ ഉൾപ്പെടെ പല വീടുകളിലും നായ്ക്കളെ ഭയന്ന് ഉമ്മറപ്പടികളിൽ വർഷങ്ങളായി വല കെട്ടിവെച്ചിരിക്കുകയാണ്. വീടുകൾക്കുള്ളിലേക്ക് നായ്ക്കൾ കടക്കാതിരിക്കാനുള്ള മുൻകരുതലാണിത്. തെരുവുനായകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന പരാതി ഉയർന്നു വന്നിട്ടും അധികൃതർ വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്ന വ്യാപകമായ പരാതിയും ഉയരുന്നുണ്ട്. തെരുവുനായ്ക്കളുടെ ശല്യത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കുമരനെല്ലൂർ വാട്സാപ്പ് കൂട്ടായ്മ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട്. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് മുമ്പ് തെരുവുനായ്ക്കളുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അടുത്തിടെയും ചില നായകളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴിക്കാണ് രക്ഷപ്പെട്ടത്. ജീവന് തന്നെ ഭീഷണിയായി മാറുന്ന തെരുവുനായകളുടെ ശല്യത്തിനെതിരെ അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാടുനീളെ തിരച്ചിൽ നടക്കുമ്പോൾ അർജുൻ ആയങ്കി ഈ കഴിഞ്ഞ 5-ന് എടപ്പാളിലെത്തി. അർജുന് സഹായം നൽകിയ സംഭവത്തിൽ 4 പേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് കാണാം. വട്ടംകുളം അഴകത്ത് വളപ്പിൽ അലിയുടെ മകൻ 33 വയസ്സുള്ള ഫൈസൽ, അധികാരത്ത് വളപ്പിൽ മുഹമ്മദ് മകൻ 34 വയസ്സുള്ള അബൂബക്കർ സിദ്ദിഖ്, മുണ്ടേക്കാട്ടിൽ മൊയ്തുണ്ണി മകൻ 36 വയസ്സുള്ള നൌഫൽ പാലക്ക, വളപ്പിൽ കുഞ്ഞു മുഹമ്മദ് മകൻ 36 വയസ്സുള്ള അഷ്കർ എന്നിവരെയും ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയം പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കാര്യത്തിന് ഉദിനിക്കൂട്ടിൽ സിദ്ദിഖ് മകൻ മുഹമ്മദ് റാഫി എന്നയാളെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 12 മണിയോടെ തിരൂർ DYSP സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വട്ടംകുളത്ത് നിന്ന് ഇവരെ പിടികൂടിയത്. അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ എടപ്പാളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും സഹായം ചെയ്ത കൂടുതൽ ആളുകളെക്കുറിച്ചും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചും അന്വേഷണം തുടരുന്നുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കേരള വിഷൻ, വളാഞ്ചേരി. പിരിവിന് വീട്ടിലെത്തിയ ശേഷം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ വാരമായിരുന്നു. തൃശൂർ വരവൂർ സ്വദേശി ഉമ്മറിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ വാവൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ ഉമ്മറിനെയാണ് 13-കാരിയായ പെൺകുട്ടിയും കുടുംബവും നൽകിയ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3-നാണ് സംഭവം. നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ദർസിന് പിരിവ് ആവശ്യപ്പെട്ടാണ് ഉമ്മറും സുഹൃത്തും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. എന്നാൽ പിരിവ് നൽകാൻ വീട്ടിൽ മറ്റാരും ഇല്ലെന്ന് കുട്ടി അറിയിച്ചതോടെ ഇരുവരും മടങ്ങി. പിന്നീട് ഉമ്മർ വീണ്ടും വീട്ടിലെത്തി ശൌചാലയത്തിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് അകത്ത് കയറി പെൺകുട്ടിയെ കയറി പിടിക്കുകയായിരുന്നു. പുത്തനത്താളിൽ വെച്ചാണ് പിടിയിലായത്. കൽപ്പകഞ്ചേരി SHO CKS രാജേഷ്, SI മൻസൂർ, അഡീഷണൽ SI വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. താനൂർ ഉണ്ണിയാലിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ തിരൂർ DYSPമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വ്യാഴാഴ്ച രാത്രി 8:30യോടെയാണ് ഉണ്ണിയാലിൽ ജ്ഞാനപ്രഭ സ്കൂളിന് സമീപത്ത് സംഘർഷമുണ്ടായത്. 2 യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് വെട്ടേൽക്കുകയും മറ്റൊരാൾക്ക് ഇരുമ്പ് വടികൊണ്ടുള്ള അടിയിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഉണ്ണിയാൽ സ്വദേശി ചേക്കിന്റെ പുരയ്ക്കൽ അജ്മൽ, ആലി ഹാജിന്റെ പുരയ്ക്കൽ റിയാൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഉണ്ണിയാൽ
കൊണ്ടാരന്റെപുരയ്ക്കൽ നൂറുദ്ദീനാണ് അടിയിൽ പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ണിയാലിൽ CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച രാത്രിയിലും സംഘർഷമുണ്ടായത്. സംഭവവുമായി താനൂർ പുതിയ കടപ്പുറം സ്വദേശികളായ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. മരക്കാരകത്ത് മർഷിദ്, ഞാറക്കടവത്ത് സുബിനാസ്, ഊറാങ്കടവത്ത് റമീസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഉണ്ണിയാൽ, ആലിൻചുവട്, പറവണ്ണ എന്നിവിടങ്ങളിൽ താനൂർ, തിരൂർ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ തിരൂർ, താനൂർ SHOമാരുടെ കീഴിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥലത്ത് പോലീസ് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. മഞ്ചേരി നഗരത്തിൽ നിന്നും MDMAയുമായി 6 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി കോഴിക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന സ്വകാര്യ മാളിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് 6 പേരെ മഞ്ചേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പാങ്ങ സൗത്ത് ഭാസ്കരൻപടി സ്വദേശി 28 വയസ്സുള്ള M മുഹമ്മദ് മിറാഷ്, ഈസ്റ്റ് കൊടൂർ പറയരങ്ങാടി സ്വദേശി 29 വയസ്സുള്ള PK മുഹമ്മദ് ആഷിഫ്, ആനക്കയം ചേപ്പൂർ സ്വദേശി 33 വയസ്സുള്ള TK മുഹമ്മദ് ഫാസിൽ, ആനക്കയം പള്ളിപ്പടി സ്വദേശി 28 വയസ്സുള്ള PM മുഹമ്മദ് റിഷാദ്, വെങ്ങാട് കളത്തിനക്കര സ്വദേശി 25 വയസ്സുള്ള K മുഹമ്മദ് ഫായിസ്, മങ്കട ഏലച്ചോല സ്വദേശി 19 വയസ്സുള്ള P ഹാദിൽ മുബാറക് എന്നിവരാണ് പിടിയിലായത്. മഞ്ചേരി കോഴിക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന സ്വകാര്യ മാളിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 95 ഗ്രാം MDMAയും 3,80,000 രൂപയും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. മഞ്ചേരി പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 6 പ്രതികളും പിടിയിലായത്. കേരള വിഷൻ, മഞ്ചേരി. പാലക്കാട് വല്ലമ്പുഴയിൽ നിന്നും വീണ്ടും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പട്ടാമ്പി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പട്ടാമ്പി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിന് സമീപത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കഞ്ചാവ് ചെടികൾക്ക് 140-192 സെന്റിമീറ്റർ ഉയരമുണ്ടായതായും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അധികൃതർ അറിയിച്ചു. ആഴ്ചകൾക്ക് മുൻപും സമാന രീതിയിൽ വല്ലപ്പുഴയിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയിരുന്നു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KJ ഓസ്റ്റിൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K വസന്തകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ സുധീഷ്, അനൂപ് രാജ് എന്നിവർ പങ്കെടുത്തു. കോട്ടക്കലിൽ വൻ MDMA വേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 500,000 രൂപയുടെ MDMAയുമായി കോട്ടക്കൽ സ്വദേശി അബൂ താഹിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടക്കൽ ചങ്കുവെട്ടി, ചെനക്കൽ, എടരിക്കോട് മേഖലകളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉൾപ്പെടെ MDMA എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. ഇരുമ്പിളിയം വേലിക്കുളം മേച്ചേരിപ്പറമ്പ് സ്വദേശിയും നിലവിൽ കോട്ടക്കൽ വീണാലിക്കലിൽ വാടകയ്ക്ക് താമസിച്ചുവരുന്ന തുടിമൽ വീട്ടിൽ 37 വയസ്സുള്ള അബൂ താഹിറാണ് പിടിയിലായത്. മലപ്പുറം ഡാൻസ് ഓഫ് SI SS വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് സംഘവും കോട്ടക്കൽ പോലീസും ചേർന്ന ചങ്കുവെട്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പ്രതിയിൽ നിന്നും ചില്ലറ വിപണിയിൽ 500,000 രൂപ വില വരുന്ന 12.42 ഗ്രാം MDMAയും ഇത് തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസും ഗ്ലാസ് ഫ്യൂമുകളും MDMA കടത്താൻ ഉപയോഗിച്ച കാറും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. കേരള വിഷൻ, കോട്ടക്കൽ. നിലമ്പൂർ നഗരസഭയുടെ ഹൃദയഭാഗത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നഗരസഭാ കൗൺസിലർ PM ബഷീർ രംഗത്തെത്തി. റിപ്പോർട്ട് കാണാം. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത കേരളം ലക്ഷ്യമിട്ട വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നിലമ്പൂർ നഗരസഭാ ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പൂർണ്ണ പരാജയമാണെന്ന് PM ബഷീർ ആരോപിച്ചു. കഴിഞ്ഞ 8 മാസമായി അധികാരത്തിലുള്ള ഭരണസമിതി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യക്കൂമ്പാരങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളെല്ലാം മാലിന്യ വിമുക്ത പരിപാടികൾക്ക് വേണ്ടി വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞ 8 മാസത്തോളമായി അധികാരം ഏറ്റെടുക്കുന്ന ഈ നഗരസഭാ ഭരണസമിതി ഈ രംഗത്ത് ഒരു മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശത്ത് ആകെ ആരോഗ്യരംഗത്ത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഏറ്റവും ദുർഗന്ധമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്.
വിഷയത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും അടിയന്തരമായി ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യാനും ദീർഘകാല പരിഹാരം ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ ജനങ്ങളോടൊപ്പം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നഗരത്തെ മാലിന്യമുക്തമാക്കാൻ ആവശ്യമായ എല്ലാ ജനകീയ ഇടപെടലുകൾക്കും നേതൃത്വം നൽകുമെന്നും കൌൺസിലർ PM ബഷീർ വ്യക്തമാക്കി. കേരള വിഷൻ, നിലമ്പൂർ. കുറ്റിപ്പുറം തിരൂർ റോഡിലെ അപകടക്കുഴിയിൽ സ്റ്റൂളിട്ട് പ്രതിഷേധവുമായി യുവാവ്. റോഡിലെ കുഴി അടച്ച് അപകട ഭീഷണി ഒഴിവാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ കുത്തിരിപ്പ് സമരം. റിപ്പോർട്ട് കാണാം. തിരൂർ റോഡിൽ പൂളത്തോട് പാലത്തിനും KSMLP സ്കൂളിനും സമീപത്താണ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. മഴക്കാലത്ത് വെള്ളം നിറയുന്നതോടെ കുഴിയുടെ ആഴം തിരിച്ചറിയാൻ കഴിയാതെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കുഴി അടച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഫിറോസിന്റെ വേറിട്ട പ്രതിഷേധം. പ്രശ്നത്തിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കേരള വിഷൻ, വളാഞ്ചേരി. മദ്യപിച്ച് ബഹളമുണ്ടാക്കി വനം വകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് നിലമ്പൂർ വനം റേഞ്ചിലെ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയതും ഈ കഴിഞ്ഞ വാരമായിരുന്നു. നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ ഫോറസ്റ്റ് ഓഫീസറായ P. ധനേഷ് കുമാറാണ് ഉത്തരവിറക്കിയത്. T. അജികുമാർ സഹപ്രവർത്തകരെ മദ്യലഹരിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി ചൊവ്വാഴ്ച രാവിലെ DFOയ്ക്ക് സന്ദേശം ലഭിച്ചിരുന്നു. തുടർന്ന് വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനും ജീവനക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കും റിസർവ് ഫോഴ്സ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കും DFO നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജികുമാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്ന അജികുമാർ ഇതേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SFOമാരായ KC സന്തോഷ്, V. മനോജ്, P. ചന്ദ്രൻ, ദിവസവേതന വാച്ചറായ രതീഷ് എന്നിവരെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായും ഇതിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ടിജോ ജോസഫ് കൂട്ടുനിന്നതായും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥരെ വൈദ്യപരിശോധനയ്ക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഹാജരാക്കിയെങ്കിലും ഇരുവരും വൈദ്യപരിശോധനയ്ക്ക് വിസമ്മതിച്ചു. വാണിയമ്പുഴ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഡ്യൂട്ടി സമയത്ത് മദ്യമെത്തിച്ച് ഉപയോഗിക്കുകയും ജീവനക്കാർക്കും സമീപ ഉന്നതി നിവാസികൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് അതീവ ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് വനംവകുപ്പ് കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പൊതുസമൂഹത്തിനു മുന്നിൽ വകുപ്പിനെ അവമതിപ്പിന് ഇടയാക്കിയതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ആരോപണങ്ങളുടെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത ഇരുവരെയും കേരള സിവിൽ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചാണ് സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതെന്ന് നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഉത്തരവിൽ പറയുന്നു. കേരള വിഷൻ, നിലമ്പൂർ. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യശേഖരണം പിടികൂടി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വിദേശ മദ്യശേഖരവുമായി യുവാവ് പിടിയിലായത്. ऑयल आर्म से मूड मेकर ग्रीन लेमन സ്കൂട്ടറിലും 2 ബാഗിലുമായാണ് ഇയാൾ മദ്യം കടത്തിയത്. 34 ലിറ്റർ മദ്യമാണ് പിടിച്ചത്. ഇയാളുടെ സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. തൃത്താല കരിമ്പനക്കടവിലെ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങി വിളയൂർ ഭാഗങ്ങളിൽ വലിയ വിലയ്ക്ക് അനധികൃതമായി വിൽപ്പന നടത്താനാണ് മദ്യം കൊണ്ടുപോയതെന്നാണ് വിവരം. 450 രൂപയ്ക്ക് വാങ്ങി 600-ലധികം വിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വസന്തകുമാർ, പ്രിവന്റീവ് ഓഫീസർ പ്രവീൺ കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് രാജ്, സുധീർ നായർ, അഷ്റഫ് അലി എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കുറ്റിപ്പുറം വാഹന അപകട കാരണം അമിത വേഗതയെന്ന് റിപ്പോർട്ട്. മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വേഗത പരിധി മണിക്കൂറിൽ 50 കിലോമീറ്റർ ആയിരിക്കെ അപകടത്തിൽപ്പെട്ട ബസ് അതിന്റെ ഇരട്ടിയിലധികം വേഗത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപകട സ്ഥലത്ത് അടുത്തടുത്തായി 2 വളവുകളുണ്ട്. ബസ് അമിത വേഗതയിലായിരുന്നതിനാൽ ഒരു വളവ് കഴിഞ്ഞ് രണ്ടാമത്തേത് വളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. വളവുകളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. എന്നാൽ ബസ് സർവീസ് നടത്തിയത് ഇരട്ടി വേഗത്തിലാണെന്നാണ് വാഹനവകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്.
റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് തലക്കീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ ബസ് രണ്ടായി തകർന്നിരുന്നു. സംഭവത്തിൽ ഡ്രൈവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ. മഞ്ചേരി നഗരസഭാ കൗൺസിലർ അബ്ദുൾ ജലീൽ വധക്കേസിൽ 3 പ്രതികൾക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മഞ്ചേരി 3-ാം അഡീഷണൽ സെക്ഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മഞ്ചേരി 3-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് സൂരജാണ് വിധി പ്രസ്താവിച്ചത്. നെല്ലിക്കുത്ത് കോട്ടക്കുത്ത് മാട്ടയിൽ വീട്ടിൽ 29 വയസ്സുള്ള ഷുഹൈബ് എന്ന കൊച്ചു, പാണ്ടിക്കാട് വള്ളുവങ്ങാട് സൌത്ത് സ്വദേശി കറുത്തേടത്ത് വീട്ടിൽ 36 വയസ്സുള്ള ഷംസീർ, നെല്ലിക്കുത്ത് ഒലിപ്രക്കാട് പതിയൻതൊടിക വീട്ടിൽ 30 വയസ്സുള്ള അബ്ദുൾ മാജിദ് എന്നിവരാണ് കേസിലെ പ്രതികൾ. 2022 മാർച്ച് 29 രാത്രി 10ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട പാലക്കാട്ട് നിന്ന് മടങ്ങുകയായിരുന്ന അബ്ദുൾ ജലീലും സംഘവും സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന്റെ ഹെഡ്ലൈറ്റ് കണ്ണിലേക്കടിച്ചെന്നാരോപിച്ച ബൈക്കിലെത്തിയ ഷുഹൈബും ഷംസീറും ഒലിപ്രക്കാട് വെച്ച വാക്കേറ്റത്തിലേർപ്പെട്ടു. തുടർന്ന് ഷുഹൈബ് ഹെൽമറ്റ് ഉപയോഗിച്ച് കാറിന്റെ പിൻഗ്ലാസ് തകർക്കുകയും അബ്ദുൾ മാജിദിനെ ഫോണിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. കാറിന്റെ തകർന്ന ഗ്ലാസ് പരിശോധിക്കുന്നതിനിടെ പ്രതികൾ കരിങ്കല്ല് ഉപയോഗിച്ച് അബ്ദുൾ ജലീലിനെ ആക്രമിച്ചു. ബൈക്കിന് പിന്നിലിരുന്ന ഷുഹൈബാണ് കരിങ്കല്ല് ഉപയോഗിച്ച് തലയിൽ മാരകമായി അടിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ ജലീലിനെ ആദ്യം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ 2025 മാർച്ച് 30 മരിച്ചു. ആക്രമണത്തിൽ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. സംഭവശേഷം ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട 1-ാം പ്രതിയായ ഷുഹൈബിനെ 2022 ഏപ്രിൽ 2 അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു. മറ്റു 2 പ്രതികളെയും നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. 3 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഈ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇന്ന് അഡീഷണൽ പ്രോസിക്യൂട്ടറായ ഷെരീഫുണ്ട്, അതുപോലെ മുൻസീഫ് റഹ്മാൻ, ഇവരൊക്കെ രാപ്പകലെ അധ്വാനിച്ചിട്ടാണ് ഈ പ്രോസിക്യൂഷൻ ഇത്രയും. കാരണം ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. തുടക്കത്തിൽ ഈ പ്രതിഭാഗത്തിന് വാദിക്കാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അവർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല, കല്ല് തിരിച്ചറിഞ്ഞിട്ടില്ല, എന്താണ് ആയുധം ഉപയോഗിച്ചതെന്ന് തിരിച്ചറിഞ്ഞില്ല, ഒരുപാട് വാദങ്ങൾ, സാങ്കേതിക വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കോടതി തിരസ്കരിച്ച് കോടതി ഈ പരമാവധി ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയതിന് പ്രത്യേക ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ വീതം 3 പ്രതികളും മരിച്ചുപോയ കുഞ്ഞാൻ്റെ കുടുംബത്തിന് നൽകാനും ഉത്തരവായിട്ടുണ്ട്. 89 സാക്ഷികളുള്ള കേസിൽ 45 പേരെ വിസ്തരിച്ചു. 98 രേഖകളും 12 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. മഞ്ചേരി CI ആയിരുന്ന C. അലവിയാണ് കേസ് അന്വേഷിച്ചത്. CI റിയാസ് ചാക്കീരിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2025 സെപ്റ്റംബർ 23 കേസിന്റെ വിചാരണ ആരംഭിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KV സാബുവും അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PK ഷെരീഫ് മമ്പാടും ഹാജരായി. കേരള വിഷൻ, മഞ്ചേരി. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലെ പാണക്കാട് എടയിപ്പാലത്ത് വൻ മണ്ണിടിച്ചിൽ. കുന്നിടിഞ്ഞു വീണതിനെ തുടർന്ന് സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടത്തിൽ നിരവധി വൈദ്യുത പോസ്റ്റുകളും തകർന്നു. മണ്ണിടിച്ചിൽ സമയത്ത് റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ കുറവായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പ്രദേശത്ത് അനുമതിയില്ലാതെ അശാസ്ത്രീയമായ രീതിയിൽ നടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം.
വൻതോതിൽ മണ്ണെടുത്തതാണ് കുന്നിടിച്ചിലിന് വഴിവെച്ചതെന്ന് നാട്ടുകാരും ആരോപിച്ചു. നിയമവിരുദ്ധവും അശാസ്ത്രീയവുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പമ്പ, ത്രിവേണിയിൽ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ പമ്പയുടെ ഇരുകരകളിലുമായി താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 40 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ 6 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊഴിയൂർ, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങത്തൂർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി എന്നീ ഡാമുകളിലാണ് റെഡ് അലർട്ട്. കക്കയം ഡാം തുറന്നതോടെ കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ഫോട്ടോഷൂട്ട് വിവാദമായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് തിങ്കൾ രാവിലെ മുതൽ മലപ്പുറം വേങ്ങര സംസ്ഥാന പാതയിൽ എടായിപ്പാലത്ത് ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. കനത്ത പോലീസ് സുരക്ഷയിൽ പ്രദേശവാസികൾക്ക് പോലും പ്രവേശനമില്ലാത്തിടത്താണ് ചെയർപേഴ്സൺ നിയന്ത്രിക്കുന്ന ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും വ്ലോഗറും ഫോട്ടോഷൂട്ട് നടത്തിയത്. ഈ ഭാഗത്തേക്ക് പ്രദേശവാസികൾക്ക് പോലും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് നഗരസഭാ ചെയർപേഴ്സന്റെ ഫോട്ടോഷൂട്ട്. സംഭവം വിവാദമായതോടെ ബുധനാഴ്ച മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ പ്രവേശനം അനുവദിച്ചു. കേരള വിഷൻ, മലപ്പുറം. MDMAയുമായി അന്തർ സംസ്ഥാന ലഹരികടത്ത് സംഘത്തിലെ 2 പേർ പിടിയിൽ. അരീക്കോട് പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിവന്ന അന്തർ സംസ്ഥാന ലഹരികടത്ത് സംഘത്തിലെ 2 പേരാണ് പിടിയിലായത്. അരീക്കാട് താഴത്തങ്ങാടി സ്വദേശി ചീമാടൻ വീട്ടിൽ 22 വയസ്സുള്ള നിജിൽ, കാവനൂർ അത്താണിക്കൽ സ്വദേശി കവണഞ്ചേരി വീട്ടിൽ 21 വയസ്സുള്ള മുഹമ്മദ് ഷാൻ എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ അരീക്കോട് പത്തനാപുരത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് 8 ഗ്രാം MDMAയുമായി ഇവർ പിടിയിലായത്. വിൽപ്പനയ്ക്കായി MDMA ബാംഗ്ലൂരിൽ നിന്നും വാങ്ങി അരീക്കോട്ടേക്ക് വരുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. 2023 MDMAയുമായി നിജിലിനെ ബാംഗ്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി കടത്തിൽ സജീവമാവുകയായിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാർ, SI ശൈലേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. കേരള വിഷൻ, വണ്ടൂർ. കടവല്ലൂർ പാടത്ത് നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രകൻ പുറത്തേക്ക് ചാടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയിൽ കടവല്ലൂർ പാടത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവ് ഭാഗത്ത് നിന്നും കൊളത്തൂരിലേക്ക് പോകുകയായിരുന്ന കാറാണ് വൈകിട്ട് 4 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. കടവല്ലൂർ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ കൈവരികളിൽ ഇടിച്ച ശേഷം പാടത്തെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. കാർ യാത്രക്കാരനായ കൊളത്തൂർ സ്വദേശി ജാബിറാണ് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടത്. ജാബിർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ഇദ്ദേഹത്തിന് നിസ്സാര പരിക്കുകളേറ്റിട്ടുണ്ട്. കാർ പുറത്ത് കാണാനാകാത്ത വിധം പാലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. കുന്നംകുളം പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. NCV ന്യൂസ്, ചങ്ങരംകുളം. ചില്ലറ വിൽപ്പനയ്ക്കായി കാറിൽ കരുതിയ 30 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയതിനു പിന്നാലെ മൊത്ത കച്ചവടക്കാരനെയും വലയിലാക്കിയ സംഭവം ഈ കഴിഞ്ഞ വാരമായിരുന്നു. വിദ്യാർത്ഥികൾക്കടക്കമുള്ളവർക്ക് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ കഞ്ചാവുമായി താനാളൂർ സ്വദേശി നിമിത്തിനെ പിടികൂടിയതിന് പിന്നാലെയാണ് മൊത്ത കച്ചവടക്കാരനായ താനൂർ സ്വദേശി അബ്ദുൽ മുനാഫിനെയും പോലീസ് പിടികൂടിയത്. വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് വിൽപ്പനയ്ക്കായി കാറിൽ കൊണ്ടുവന്ന 30 ഗ്രാം കഞ്ചാവുമായി താനാളൂർ മൂലക്കൽ സ്വദേശി തെക്കേപ്പുറത്ത് നിമിത്തിനെ പിടികൂടിയതിന് പിന്നാലെയാണ് മൊത്ത കച്ചവടക്കാരനെയും പോലീസ് പിടികൂടിയത്. നിമിത്തിനെ വെട്ടം പടിയത്ത് വെച്ചാണ് തിരു SI NR സുജിത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇയാളിൽ നിന്നും 7500 രൂപയും പിടികൂടി. നിമിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് എത്തിക്കുന്നയാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്നാണ് താനൂർ പോലീസിന്റെ സഹായത്തോടെ താനൂർ സ്വദേശിയായ അബ്ദുൽ മുനാഫിനെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 290 ഗ്രാം കഞ്ചാവും 26,900 രൂപയും പിടികൂടി. നേരത്തെ കഞ്ചാവ് കേസിലും MDMA കേസിലും പിടിക്കപ്പെട്ടയാളാണ് അബ്ദുൽ മുനാഫ് എന്ന് പോലീസ് പറഞ്ഞു. SI സുജിത്തിനൊപ്പം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ C അരുൺ, CPOമാരായ ടോണി വർഗീസ്, ജൌഹർ എന്നിവരുമുണ്ടായിരുന്നു. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ വീണ്ടും തെരുവു നായകളുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നായകളുടെ ആക്രമണത്തിൽ 2 ആടുകൾ ചത്തു. റിപ്പോർട്ട് കാണാം. രാത്രി സമയങ്ങളിൽ കൂട്ടമായെത്തുന്ന തെരുവുനായകൾ കൃഷിയിടങ്ങളിലേക്കും വീടുകളുടെ പരിസരങ്ങളിലേക്കും കടന്നുകയറി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെയും ഇതേ രീതിയിൽ 10ലധികം ആടുകളെ തെരുവുനായകൾ ആക്രമിച്ചു കൊന്നിരുന്നു. തെരുവുനായ ശല്യം നിരന്തരം തുടരുമ്പോഴും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ 2 സ്റ്റാർ കുഞ്ഞിപ്പ കുറ്റപ്പെടുത്തി. പ്രതിരോധ നടപടികളിൽ പഞ്ചായത്ത് രാഷ്ട്രീയ വ്യത്യാസം കാട്ടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തീർച്ചയായിട്ടും
പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു അനാസ്ഥ ആണ് ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുന്നേ പന്നിവേട്ട എന്ന് പറഞ്ഞിട്ട് 1-2 ആളുകളെ തോക്കും പിടിച്ചിട്ട് മാറാക്കര പഞ്ചായത്തിന്റെ അവർക്ക് പറ്റിയ വാർഡുകളിൽ അവരുടെ വാർഡുകളിൽ അതും തന്നെ ഇപ്പോൾ 12-13 വാർഡുകളിൽ പോവുകയാണെങ്കിൽ 11 ഒഴിവാക്കുക. അത് പ്രതിപക്ഷത്തിന്റെ വാർഡാണ്. ഇവിടെ വരുന്ന നേരത്ത് 3-4 നോക്കുകയാണെങ്കിൽ 6 ഒഴിവാക്കുക. അപ്പൊ ഇവിടെ ഒന്നും മനുഷ്യരല്ലേ, ഇവർ ഇങ്ങനെ വിവേചനപരമായ രീതിയിലാണ് അതുപോലും ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിലാണ് ഭരണസമിതി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജനങ്ങളുടെ സുരക്ഷയും വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ, വളാഞ്ചേരി. 11-കാരിയെ പലതവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും പുകവലിക്ക് അടിമയാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ യുവാവിന് 22 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2024 മെയിലാണ് കേസിനാസ്പദമായ സംഭവം. താനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. കൂട്ടായി മാസ്റ്റർപടി സ്വദേശി കാക്കോച്ചിന്റെ പുരക്കൽ സഫ്വാൻ എന്ന 35-കാരനാണ് തിരൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് TV ഫസീല ശിക്ഷ വിധിച്ചത്. പ്രതി സമാനമായ 2 പോക്സോ കേസുകളിൽ പ്രതിയായി റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ്. ഫറോക്ക്, പന്തീരങ്കാവ്, കൊണ്ടോട്ടി, തിരൂർ സ്റ്റേഷനുകളിലെ നിരവധി കളവ് കേസുകളിലും പ്രതിയാണ്. താനൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന NR സുജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ രമ്യ തുടങ്ങിയവരാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഹാജരായി. പ്രതിയെ താനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. പൊന്നാനി ബിയ്യത്ത് വീടുകളിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 3 പേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. 19 വയസ്സുള്ള യാസിർ, 20 വയസ്സുള്ള ഗോകുൽ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ ഉൾപ്പെടെ 3 പേരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി ബിയ്യത്ത് വീടുകളിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 3 പേരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. 19 വയസ്സുകാരൻ ഹാജിയാറകത്ത് യാസിർ, 20 വയസ്സുകാരൻ പാലഞ്ചേരി വീട്ടിൽ ഗോകുൽ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണ് പിടിയിലായത്. നിരവധി അക്രമക്കേസുകളിൽ പ്രതിയായ 1-ാം പ്രതി മോഷ്ടിച്ച ബൈക്കുകളിൽ രാത്രി കറങ്ങി നടന്ന് മോഷണം നടത്തുകയായിരുന്നു. മോഷ്ടിച്ച ബൈക്കിൽ അഭ്യാസം നടത്തുന്നതിനിടയിൽ പള്ളപ്പുറത്ത് ഹൈവേയിൽ വെച്ച് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ തൽക്ഷണം മരിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് സംഭവ സ്ഥലത്തു നിന്നും ഇരട്ട സഹോദരന്റെ കൂടെ ബൈക്കുമായി ഇയാൾ കടന്നു കളഞ്ഞ് ഒളിവിൽ പോവുകയായിരുന്നു. പോലീസിനെ കണ്ട് ഓടിപ്പോയ പ്രതിയെ പോലീസ് കർമ്മ റോഡിനടുത്ത ഭദ്രാംകുളങ്ങര അമ്പല പരിസരത്ത് നിന്നും പിടികൂടിയിരുന്നു. ലഹരി ഉപയോഗിച്ച് വാക്കേറ്റമുണ്ടാക്കുന്നത് തടയാൻ ശ്രമിച്ച പൊന്നാനി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത കേസിൽ പ്രായപൂർത്തിയാകും മുൻപ് പ്രതിയായിരുന്നു. ഇരട്ട സഹോദരങ്ങളായ ഇവർ മോഷ്ടിച്ച തേങ്ങ വിൽപ്പന നടത്തിയ കടകളിൽ നിന്നും പോലീസ് തെളിവുകൾ ശേഖരിക്കും. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കും. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ കെയുടെ നേതൃത്വത്തിൽ പൊന്നാനി SI അനന്തലക്ഷ്മി, ASI വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജെറോം, നാസർ, പ്രശാന്ത്, സുധീഷ്, പ്രവീൺ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രസൂൺ, ശ്രീരാജ്, ടിജിൻ എന്നിവരടങ്ങിയ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ കരിങ്കല്ലത്താണി പ്രദേശത്ത് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യങ്ങൾ അനധികൃതമായി ഒഴിവാക്കി വിടുന്നതായി കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി നഗരസഭ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ കരിങ്കല്ലത്താണി പാങ്ങാടച്ചിറ വെള്ളച്ചാലിലേക്ക് കക്കൂസ് മാലിന്യം അനധികൃതമായി ഒഴുക്കിവിട്ട സംഭവം പ്രദേശത്ത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. സംഭവത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതർ അന്വേഷണം ആരംഭിച്ചു. ജനസാന്ദ്ര മേഖലയായ പാങ്ങാടച്ചിറ വെള്ളച്ചാലിലാണ് കക്കൂസ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് 15-ാം വാർഡ് കൌൺസിലർ റഹ്മാബിയുടെ നേതൃത്വത്തിൽ സമീപവാസികളും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ മലിനീകരണത്തിന്റെ ഗൌരവം വിലയിരുത്തിയ അധികൃതർ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ഐറിഷ് പദ്ധതിയുടെ ഭാഗമായി വെള്ളച്ചാൽ ശുചീകരണത്തിനെ തുടർന്ന് വർഷങ്ങളായുള്ള മലിനീകരണത്തിൽ നിന്ന് മോചനം ലഭിച്ചുവെന്ന ആശ്വാസത്തിലായിരുന്നു പ്രദേശവാസികൾ. ഇതോടൊപ്പം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പാങ്ങാടച്ചിറയോട് ചേർന്നുള്ള നടപ്പാതയുടെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് വീണ്ടും കക്കൂസ് മാലിന്യം വെള്ളച്ചാലിലേക്ക് ഒഴുക്കിവിട്ട സംഭവം കണ്ടെത്തിയത്. ഇതോടെ പാങ്ങാടച്ചിറ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മലിനജലം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്കും വ്യാപിച്ച് കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യം ഉണ്ടായതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. ആരോഗ്യ ഭീഷണി ഒഴിവാക്കാൻ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നിരീക്ഷണം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ, വളാഞ്ചേരി. തൃത്താല
കപ്പൂർ പറക്കുളത്ത് തെരുവുനായ ബൈക്കിനു മുന്നിൽ ചാടി യുവാവിന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി പറക്കുളത്ത് നമസ്കാര പള്ളിക്ക് മുൻവശത്താണ് അപകടം. പറക്കുളത്ത് നിന്ന് മലക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു യുവാവ്. നായ കുറുകെ ചാടിയപ്പോൾ നിയന്ത്രണം വിട്ട യാത്രക്കാരനായ യുവാവ് റോഡിൽ നിന്നും തെറിച്ചു വീഴുന്ന CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. വീക്കെൻഡിന് അടുത്ത വാരം. നമസ്കാരം.